നമസ്കാരം. നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചു എന്ന സന്തോഷകരമായ വാർത്തയാണ് ഇന്ന് ഉച്ചയോടെ അവരെ ഓർത്ത് ആശങ്കപ്പെട്ടുകൊണ്ടിരുന്ന ആയിരക്കണക്കിന് മലയാളികൾക്ക് കേൾക്കാൻ കഴിഞ്ഞത്. നമ്മുടെ മത നേതാക്കളും വ്യവസായ പ്രമുഖരും വെറുക്കപ്പെടേണ്ടവരല്ലെന്നും അവരുടേതായ ദൗത്യങ്ങൾ നിറവേറ്റാൻ പ്രാപ്തിയുള്ളവരാണെന്നും ഈ ഒരൊറ്റ സംഭവം മതി തെളിയിക്കാൻ. ഗവർണർ മുതൽ ചാണ്ടിയുമ്മൻ, കാന്തപുരം, യൂസുഫ് അലി, ബോബി ചെമ്മണ്ണൂർ അടക്കമുള്ള അനേകം പേരുടെ ശ്രമങ്ങൾ അവരുടെ മോചനത്തിന് ആക്കം കൂട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ കുടുംബം ദയാദിനം സ്വീകരിക്കാൻ തയ്യാറാകാതെ വന്നതാണ് അടുത്ത സമയത്ത് മോചന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയായത്. കേന്ദ്ര സർക്കാർ വിഷയത്തിൽ സ്വീകരിക്കാവുന്ന നടപടികളെല്ലാം സ്വീകരിച്ചു. ജനാധിപത്യ ഭരണം നിലവിലില്ലാത്ത യമനിൽ ഗോത്രവർഗ നേതാക്കളുടെ അഭിപ്രായങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ്. എന്നാൽ അവരെ ബന്ധപ്പെടുക എന്നത് ഏറെ വിഷമകരമായിരുന്നു. കാന്തപുരം അടക്കമുള്ള നേതാക്കളൊടുവിൽ ഇവരിലേക്ക് എത്തി. തുറന്നു നടന്ന ചർച്ചകളാണ് ശുഭകരമായ വാർത്ത കേൾക്കാൻ ഇടയാക്കിയത്. 2020 യമൻ പൗരൻ തലാലിനെ കൊന്ന കേസിൽ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചത്. നാളെ ശിക്ഷ നടപ്പാക്കാനിരിക്കവെയാണ് ശിക്ഷ മരവിപ്പിച്ചതായുള്ള വാർത്തകൾ. ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിലും ഇത് സംബന്ധിച്ച സൂചനകൾ വ്യക്തമാണ്. നിമിഷപ്രിയയെപ്പോലെ തന്നെ പ്രവാസ ലോകത്ത് മരണം കാത്തുകഴിഞ്ഞ നിരവധി പേരെ മോചിപ്പിക്കുവാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. സുമനസ്സുകൾ നൽകിയ ചെറിയ തുകകൾ ദയാധനമായി നൽകിയാണ് ഈ ജീവൻ മരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കരുണ പറ്റിയിട്ടില്ലാത്ത മനസ്സുകൾ ഇനിയും ഏറെപ്പേരെ രക്ഷിക്കുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഓരോരുത്തരും. ഇതിനിടയിൽ നിമിഷപ്രിയയെ അവഹേളിക്കുന്ന കമൻറ്റുകളുമായി നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത്. നിമിഷപ്രിയ ചെയ്ത തെറ്റിനെ ലഘൂകരിക്കാൻ തയ്യാറാകാത്ത പോലെ തന്നെ അവർ അനുഭവിച്ച പീഡനങ്ങളെയും അന്തർസംഘർഷങ്ങളെയും കാണാതിരുന്നുകൂടാ. ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വേലിക്കെട്ടുകൾ പൊളിച്ച് എല്ലാവരും ഒരുമിക്കുന്നത് നമ്മൾ മലയാളികളാണെന്ന വികാരം കൊണ്ടാണ്. ഒരാളെയും മാറ്റി നിർത്തിയോ അപഹസിച്ചോ ഒരു ദൗത്യവും പൂർത്തിയാക്കാനാകില്ല എന്ന വലിയ സത്യമാണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി നടത്തിയ ഇടപെടൽ സൂചിപ്പിക്കുന്നത്.